ഹലോ ആർ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇഗ്നോ MA ഹിസ്റ്ററിയുടെ MHI 111 എന്ന കോഡിലുള്ള അർബണൈസേഷൻ ഇൻ ഇന്ത്യ സെക്കൻഡ് എന്ന പേപ്പറാണ്. ഈ പേപ്പറിനകത്ത് circa 1300 മുതൽ 1950 വരെയുള്ള പീരീഡിനകത്ത് ഇന്ത്യയിൽ നടന്ന നഗരവൽക്കരണത്തെ കുറിച്ചാണ്. നിങ്ങൾക്ക് മറ്റൊരു പേപ്പർ ഉണ്ട്, അർബണൈസേഷൻ ഇൻ ഇന്ത്യ 1. അതിനകത്ത് ആൻഷ്യന്റ് ഇന്ത്യയിൽ ഇതിന് മുന്നേയുള്ള പീരീഡിനകത്ത് ഇന്ത്യയിൽ നടന്ന അർബണൈസേഷനെ കുറിച്ചാണ്, നഗരവൽക്കരണത്തെ കുറിച്ചാണ്. ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പേപ്പറിന്റെ സമ്മറിയാണ്. ഈ പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എത്ര തീമുകളുണ്ട്, അതിനകത്ത് എത്ര യൂണിറ്റുകളുണ്ട്, ഓരോ യൂണിറ്റിലും എന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നു, ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ എന്തൊക്കെ പഠിക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ 7 തീമുകളാണുള്ളത്. 7 തീമുകൾക്കകത്തായിട്ട് 28 യൂണിറ്റുകളുണ്ട്. ഓരോ തീമുകളും ഓരോ പർട്ടിക്കുലർ ഏരിയ, പർട്ടിക്കുലർ ഐഡിയനെയാണ് അഡ്രസ് ചെയ്യുന്നത്. അതിനകത്ത് ചിലപ്പോൾ 2 തീമുകൾ, 4 തീമുകൾ, 8 തീമുകളൊക്കെ ഉള്ള രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് തീം 1ലേക്ക് പോവാം. തീം 1 അർബൻ ഹിസ്റ്ററിയെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ഹിസ്റ്ററി നിങ്ങൾക്കറിയാം, പല രീതിയിൽ ഹിസ്റ്ററികൾ എഴുതുന്നുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആയിരുന്നു കൂടുതൽ പ്രാമുഖ്യം ഉണ്ടായിരുന്നത്. ഡൈനാസ്റ്റികളുടെ ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. രാജാക്കന്മാരെ കുറിച്ച്, യുദ്ധങ്ങൾ, രാജാവ് അവിടെ യുദ്ധം ചെയ്തു, അവിടെ തോൽപ്പിച്ചു, ഇവിടെ ജയിച്ചു, അവിടെ കീഴടക്കി തുടങ്ങിയ ഹിസ്റ്ററികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ ആളുകളുടെ, ഹിസ്റ്റോറിയൻസിന്റെ, സ്കോളേഴ്സിന്റെ ഇൻട്രസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുകയും പലതരത്തിലുള്ള ഹിസ്റ്ററികൾ ലോകത്ത് എഴുതപ്പെടുകയും ചെയ്തു. അർബൻ ഹിസ്റ്ററി എന്നുള്ളത് ഒരു വളരെ പുതിയ ഒരു സംഭവ വികാസമൊന്നും അല്ലെങ്കിലും റിലേറ്റീവ്ലി ന്യൂ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അതിനെ കുറിച്ച് തന്നെ പലതരം അപ്രോച്ചുകളുണ്ട്. എങ്ങനെയാണ് അർബണൈസേഷനെ കുറിച്ച്, എസ്പെഷ്യലി മെഡീവൽ പീരീഡിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന 1300 ശേഷമുള്ള മെഡീവൽ പീരീഡിനകത്തുള്ള അർബണൈസേഷനെ കുറിച്ചുള്ള അപ്രോച്ചുകൾ എങ്ങനെയാണ്, ലോകത്ത് പല ഹിസ്റ്റോറിയൻസ് ഇതില് ഡേവിഡ് ഹാർവിനെ അതുപോലെ തന്നെ ഉള്ള മറ്റു യൂറോപ്യൻ സ്കോളേഴ്സ് എങ്ങനെയാണ് മെഡീവൽ യൂറോപ്പിന്റെ അർബണൈസേഷനെ കുറിച്ച് പഠിച്ചത്. മെഡീവൽ യൂറോപ്പിന്റെ അർബണൈസേഷൻ, മെഡീവൽ യൂറോപ്പിൽ നിങ്ങൾക്കറിയാം ഫ്യൂഡലിസം ഉണ്ടായിരുന്നു. ഫ്യൂഡലിസം തകരുന്നത് അർബണൈസേഷനോട് കൂടിയാണ് തുടങ്ങിയ പലതരം വാദങ്ങൾ ഉണ്ട്. അതൊക്കെയാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡേൺ സിറ്റീസിനെ കുറിച്ചുള്ള തീമുകളാണ്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ മെഡീവൽ സിറ്റീസിനെ കുറിച്ചുള്ള തിയററ്റിക്കൽ അപ്രോച്ചുകളാണെങ്കിൽ, രണ്ടാമത്തെ ചാപ്റ്റർ മോഡേൺ സിറ്റികളെ കുറിച്ച്, എങ്ങനെയാണ് ഒരു മോഡേൺ സോക്കാൾഡ് മോഡേൺ സിറ്റി ഉണ്ടാവുന്നത്, കൊളോണിയലിസം മുതൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു തുടങ്ങിയ കുറെ തിയററ്റിക്കൽ അപ്രോച്ചുകളാണ് രണ്ടാമത്തെ തീമിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഇമേജിൽ കാണിച്ചിട്ടുള്ളത് ഇതുപോലെ ഒരു 1800കളിൽ ഇന്ത്യയിൽ ഉണ്ടാക്കപ്പെട്ട ഒരു ബിൽഡിംഗ് ആണ്. അതിന് മുന്നേ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും മറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആ സമയത്ത്. ഇനി തീം 2ലേക്ക് വരുമ്പോൾ അർബണൈസേഷന്റെ പാറ്റേണുകളെ കുറിച്ചാണ് പറയുന്നത്. ഏത് പീരീഡിനുള്ള 1300 മുതൽ 1600 വരെയുള്ള, അതായത് നമ്മുടെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന ഏരിയയുടെ ആദ്യ ഒരു ക്രോണോളജിക്കൽ പീരീഡിനകത്തുള്ള ഡിസ്കഷൻ ആണ് തീം 2 ഡിസ്കസ് ചെയ്യുന്നത്. അതിന് യൂണിറ്റ് 3 നോക്കൂ, സൽത്തനറ്റ്സ് ആൻഡ് ഇറ്റ്സ് സിറ്റീസ്. ഡൽഹി സൽത്തനറ്റും അതിന്റെ സിറ്റികളും. ഡൽഹി സൽത്തനറ്റിൽ പലതരം സിറ്റികൾ ഉണ്ടാകുന്നുണ്ട്. ഡൽഹിയിൽ തന്നെ ഒരു സ്ഥലത്തല്ല സിറ്റി ഉണ്ടാകുന്നത്. അപ്പൊ ആ സിറ്റികളെ കുറിച്ചൊക്കെയാണ് ആദ്യത്തെ യൂണിറ്റ് 3 പറയുന്നത്. യൂണിറ്റ് 4ലേക്ക് എത്തുമ്പോൾ ഈ പീരീഡിനകത്ത് 1300 മുതൽ 1600 വരെയുള്ള, അല്ലെങ്കിൽ ഏർലി 1300കളിലൊക്കെ ഡൽഹി സൽത്തനറ്റ് മാത്രമല്ല, ചില സമയങ്ങളിൽ ചില ഡൈനാസ്റ്റികൾ വീക്ക് ആവുന്ന സമയത്തും ഒക്കെ ആയിട്ട് ഇതിന്റെ പെരിഫറിയിൽ ബംഗാളില്, ഗുൽബർഗയില്, ബിദറില് തുടങ്ങിയ റീജിയണൽ സിറ്റികൾ എമേർജ് ചെയ്ത് വരുന്നുണ്ട്. ഈ റീജിയണൽ സിറ്റികൾക്ക് അതിന്റേതായ പെക്യുലാരിറ്റീസ് ഉണ്ട്, പ്രത്യേകതകളുണ്ട്. നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഇമേജ് ബംഗാളിൽ നിന്നുള്ള ഇമേജ് ആണ്. ബംഗാളിൽ നിന്നുള്ള ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നോർത്ത് ഇന്ത്യയിൽ മുഗൾ ഡൈനാസ്റ്റിയിൽ ഡൽഹി സൽത്തനറ്റിന്റെ പീരീഡിൽ കാണുന്നതിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്. അതല്ലാത്ത റീജിയണൽ വേരിയേഷൻസും ഉണ്ട്. അപ്പൊ നമ്മൾ അർബണൈസേഷന്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പഴയ ബിൽഡിങ്ങുകളെ കുറിച്ച് കൂടിയാണ് നമ്മൾ പഠിക്കുക, ആർക്കിടെക്ചറിനെ കൂടിയാണ് പഠിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചാപ്റ്റർ ആയിരിക്കും അത്. റീജിയണലി എങ്ങനെയൊക്കെയായിരുന്നു സിറ്റികൾ എമേർജ് ചെയ്ത് വന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 5ലേക്ക് എത്തുമ്പോൾ അത് പെനിൻസുലാർ ഇന്ത്യയിലെ ടെമ്പിൾ ബേസ് ചെയ്തുകൊണ്ട് ടൗൺ ഉണ്ടാവുന്നത്. പെനിൻസുലാർ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം സൗത്ത് ഇന്ത്യയിലെ റീജിയൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് തമിഴ്നാട്ടിലെ കാഞ്ചീപുരവും അതുപോലെ തഞ്ചാവൂര് പോലുള്ള വലിയ അമ്പലങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ എങ്ങനെയാണ് അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ടൗണുകൾ ഉണ്ടായി വന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫോക്കസ് ചെയ്യുന്നത് തമിഴ്നാടിനെ കുറിച്ചാണ്. തമിഴ്നാട്ടിൽ തന്നെ തഞ്ചാവൂരും കാഞ്ചീപുരമാണ്. യൂണിറ്റ് 6ലേക്ക് വരുമ്പോൾ അതുകൊണ്ടും സൗത്തിനെ കുറിച്ചാണ്.
വിജയനഗര എംപയറിന്റെ ദ ഗ്ലോറി ഓഫ് വിജയനഗര. വിജയനഗര നിങ്ങൾക്കറിയാം 1330കളിൽ ഹരിഹര ബുക്ക എന്ന 2 ബ്രദേഴ്സ് ചേർന്നുകൊണ്ട് സ്ഥാപിച്ച ഒരു ഡൈനാസ്റ്റി, ഒരു റൂളിംഗ് എംപയർ ആണ്. അതിൽ പല ഡൈനാസ്റ്റികൾ ഉണ്ടാവുന്നുണ്ട്. കൃഷ്ണദേവരായൻ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റൂളറാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി അറിയായിരിക്കും. ഈ സമയത്ത് തന്നെ നെയ്ബറിംഗ് ആയിട്ടുള്ള ബഹ്മനി സൽത്തനറ്റ്സ് ഉണ്ട്. അത് ഡിസിന്റഗ്രേറ്റ് ചെയ്തിട്ട് ഡെക്കാനിലെ മുസ്ലിം സൽത്തനറ്റുകൾ വേറെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ഒരു പീരീഡിനകത്ത് വിജയനഗര എന്നുള്ള ഒരു കർണാടക ബേസ് ചെയ്തുകൊണ്ട് ഹംപിയാണ് അതിന്റെ ക്യാപിറ്റൽ. ഈ ആനന്ദ മൂവിയിലൊക്കെ നിങ്ങൾ അതിന്റെ പല സീനുകളും കണ്ടിട്ടുണ്ടാവാം, മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെ ഹംപി വിസിറ്റ് ചെയ്തവരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. അപ്പൊ ഹംപി എങ്ങനെ ഉണ്ടായി വരുന്നു, ഹംപിയെ കുറിച്ച് ആ കാലഘട്ടത്തിൽ അവിടെ വന്ന യൂറോപ്യൻ ട്രാവലേഴ്സ്, പോർച്ചുഗീസ്, അതുപോലെ തന്നെ റഷ്യൻ, അതുപോലെ പേർഷ്യൻ ഒക്കെ പല തരത്തിലുള്ള ട്രാവലേഴ്സ് അവിടെ വരുന്നുണ്ട്. അവരെങ്ങനെയാണ് വിജയനഗര എംപയറിന്റെ സിറ്റിയെ കാണുന്നത്? പല നാടുകളിൽ നിന്ന് വന്ന ആളുകൾ ഇവിടുത്തെ അർബനൈസേഷനെ കുറിച്ച് പറയുന്നത് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കാണ്. അപ്പൊ ആ ഒരു പലതരത്തിലുള്ള കാര്യങ്ങൾ ഇതിന്റെ ഭാഗമാണ്. വിജയനഗര എംപയറിന്റെ അർബനൈസേഷനെ കുറിച്ചാണ് യൂണിറ്റ് 6 പറയുന്നത്. യൂണിറ്റ് 7 വരുമ്പോൾ ഡൽഹി റിവർ റെയിൻ, ഗംഗ ട്രിബ്യൂട്ടറി ആയ യമുനയുടെ തീരത്താണ് ഈ നമ്മുടെ ഡൽഹി എന്ന സിറ്റി ഉള്ളത്. അപ്പൊ ഈ ഡൽഹി എന്ന സിറ്റിക്കകത്ത് തന്നെ 5 ഡൈനാസ്റ്റികൾ അവരുടേതായ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ക്യാപിറ്റലുകൾ ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി ഉണ്ടാക്കുന്നത് മെഹ്റോളി റീജിയനിലാണ് ഉണ്ടാക്കുന്നത്. ലോധീസ് വേറെ സ്ഥലത്താണ്. തുഗ്ലക്കാബാദ് ഫോർട്ട് ഒക്കെ ഉള്ളത് വേറെ റീജിയനിലാണ്. അപ്പൊ പല സ്ഥലങ്ങളിൽ തന്നെ ഒരു സിറ്റിക്കകത്ത്, നമ്മൾ ഇന്നൊരു വലിയൊരു സിറ്റി ആയിട്ട് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ എന്നൊക്കെ പറയുന്ന ആ റീജിയനകത്ത് പല സിറ്റികൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എങ്ങനെയാണ് ഒരു പഴയ സിറ്റിയെ പുതിയ ഒരു ഡൈനാസ്റ്റി വരുമ്പോൾ അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്, പുതിയൊരു സിറ്റി എങ്ങനെയാണ് അവരുണ്ടാക്കുന്നത്, ആ സിറ്റി ഉണ്ടാക്കുന്നതിലൂടെ അവരെങ്ങനെയാണ് പവർ ക്ലെയിം ചെയ്യുന്നത് തുടങ്ങിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളാണ് യൂണിറ്റ് 7 പറയുന്നത്. യൂണിറ്റ് 8 ഈ ഒരു പീരീഡിനകത്ത് ഉണ്ടായ ഒരു പോർട്ട് ടൗണിനെ കുറിച്ച്, ഒരു റൂളറുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ടൗൺ പോലെ ആവില്ല പോർട്ട് ടൗൺ. പോർട്ട് ടൗൺ എന്ന് പറയുമ്പോൾ ട്രേഡ് ആയിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക. കാംബെ എന്നുള്ള വെസ്റ്റ് കോസ്റ്റിലുള്ള ഒരു സിറ്റിയാണ് ഇത് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ പോർട്ട് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും. പോർട്ട് ബേസ് ചെയ്തിട്ട് കുറെ കോസ്മോപൊളിറ്റൻ ക്യാരക്ടർ അവിടെ ഉണ്ടാവും. വ്യത്യസ്ത റീജിയനിൽ നിന്ന് വരുന്ന ആളുകൾ ഒന്നിച്ച് ജീവിക്കുന്നതിന്റെ പല ക്യാരക്ടേഴ്സും അതിനകത്ത് ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 8 തീം 2 ലാസ്റ്റ് ചാപ്റ്റർ ആയ യൂണിറ്റ് 8 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ തേർഡ് തീമിലേക്ക് പോകുമ്പോൾ അതില് മുഗൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അർബണൈസേഷന്റെ പാറ്റേണുകളെ കുറിച്ചാണ് പറയുന്നത്. തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ഡൽഹി സൽത്തനറ്റ് ആൻഡ് അതിന്റെ കണ്ടംപററി ആയിട്ടുള്ള മറ്റു സൽത്തനറ്റുകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നതെങ്കിൽ തീം 3 പറയുന്നത് മുഗൾ പീരീഡിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. അതിന് 9th യൂണിറ്റിൽ പറയുന്നത് മുഗൾ സിറ്റിയുടെ സ്പേഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സ്പേഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സ്പേസിന് എങ്ങനെയൊക്കെയാണ് സിറ്റിക്കകത്ത് യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ കസ്ബ തുടങ്ങിയ പല സാധനങ്ങളുണ്ട്. അത് പിന്നീട് പല യൂസിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും മുഗൾ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ചൗക്ക്, കസ്ബ പോലുള്ള ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു, അങ്ങനെയുള്ള പലതരം ഏരിയകൾ സിറ്റിക്കകത്ത് ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെയൊക്കെയായിരുന്നു സംവിധാനിക്കപ്പെട്ടിരുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് യൂണിറ്റ് 9 പറയുന്നത്. യൂണിറ്റ് 10 വരുമ്പോൾ മെഡീവൽ ഡെക്കാൻ സൽത്തനറ്റുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഗുൽബർഗ, ബിദർ, ബീജാപൂര് തുടങ്ങിയ പല സെന്റേഴ്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള പല ഡൈനാസ്റ്റികളും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് എങ്ങനെയാണ് മെഡീവൽ ഡെക്കാനിൽ ഉണ്ടായിരുന്ന അർബൻ പാറ്റേണുകൾ എന്തൊക്കെയാണ്, അതിന് എന്തെങ്കിലും ഡിഫറൻസുകൾ ഉണ്ടോ? ഒബ്വിയസ്ലി ഇത് രണ്ടും ഒരേ ഡൈനാസ്റ്റിയിൽ ഭരിക്കുന്ന ഒരേ റൂളേഴ്സ് അല്ല, ഒരേ ഒറിജിനൽ ആളുകളല്ല, പലതരത്തിലുള്ള ഇൻഫ്ലുവൻസുകളും വ്യത്യാസങ്ങളും ഇതിനകത്ത് ഉണ്ടാവും. ഈ കാര്യങ്ങളാണ് യൂണിറ്റ് 10 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 12 അർബൻ കൾച്ചർ എങ്ങനെ ഉണ്ടാവുന്നത്. ഒരു അർബൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഒരൊറ്റ കാറ്റഗറി ആളുകളല്ല, എലീറ്റ്സ് ആൻഡ് കിങ് ഇങ്ങനത്തെ ആളുകളുണ്ട്. ഇവർക്ക് ഒരു കോർട്ട് കൾച്ചർ ഉണ്ടാവും, എലീറ്റിന്റെ ഒരു കൾച്ചർ ഉണ്ടാവും. അതുപോലെ തന്നെ മിഡിൽ ക്ലാസ് ഉണ്ട്, മിലിറ്ററി മെൻ ഉണ്ട്, ഓഫീസേഴ്സ്, അങ്ങനത്തെ ആളുകളുണ്ട്. ഇവരുടേതായ കൾച്ചർ വേറെ ആയിരിക്കും. സ്ലേവ്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്രാഫ്റ്റ് മെൻ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ പലതരം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഇടമാണ് സിറ്റി. അപ്പൊ സിറ്റിക്കകത്ത് എങ്ങനെയാണ് ഒരു അർബൻ കൾച്ചർ ഉണ്ടാവുന്ന, സൊസൈറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. 12 വരുമ്പോൾ ആഗ്ര, ഫത്തേപൂർ സിക്രി ആൻഡ് ഷാജഹാനാബാദ് പോലുള്ള വലിയ സിറ്റികളെ കുറിച്ച്, പ്രൈമേറ്റ് സിറ്റികളെ കുറിച്ചാണ്. ആഗ്രയിലായിരുന്നു ആദ്യ മുഗൾ ക്യാപിറ്റലുകളൊക്കെ ഉണ്ടായിരുന്നത്. ഫത്തേപൂർ സിക്രി ആഗ്രയിൽ തന്നെ കുറച്ച് മാറിയിട്ട് അക്ബർ ഉണ്ടാക്കിയ ഒരു പുതിയ സിറ്റിയാണ് ഫത്തേപൂർ സിക്രി. ഷാജഹാനാബാദ് എന്ന് പറയുമ്പോൾ ലേറ്റർ മുഗൾസ്, അക്ബറിനൊക്കെ ശേഷം ഉണ്ടായ മുഗൾസ് ഷാജഹാനാബാദ് ഡൽഹിയിലെ ജമാ മസ്ജിദ്, റെഡ് ഫോർട്ട് പോലുള്ള റീജിയനിൽ ഉണ്ടാക്കിയ അടുത്ത സിറ്റിയാണ്. അപ്പോൾ ഈ വലിയ 3 സിറ്റികളെ കുറിച്ചാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം യൂണിറ്റ് 13 വരുമ്പോൾ സാക്രഡ് സിറ്റി സ്പേസുകളെ കുറിച്ചാണ് പറയുന്നത്. സാക്രഡ് സിറ്റി സ്പേസ് എന്ന് പറയുമ്പോൾ വിശുദ്ധി അല്ലെങ്കിൽ അജ്മീർ, ബനാറസ്, പാന്തർപൂർ പോലുള്ള
റിലീജിയസ് ഇമ്പോർട്ടൻസ് കൊണ്ടുണ്ടായി വന്ന സിറ്റി സ്പേസുകളെ കുറിച്ചാണ്. അങ്ങനെയുള്ള സിറ്റി സ്പേസിന് എന്തൊക്കെ തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സുകൾ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അജ്മീർ നിങ്ങൾക്കറിയാം, ഒരു മുസ്ലിം ഹോളി സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു സെയിന്റിന്റെ ടൂംബൊക്കെ ഉള്ള റീജിയൻ ആണ് അജ്മീർ. അതുപോലെ ബനാറസ്, അതുപോലെ തന്നെ ഹിന്ദു കൺസെപ്റ്റ് പ്രകാരം കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. പാണ്ഡർപൂർ ഇതുപോലെ തന്നെ മഹാരാഷ്ട്രയിലുള്ള ഭക്തി സൈന്റിന്റെ ഒരു 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 പ്രധാനപ്പെട്ട സിറ്റിയാണ്. അവിടേക്ക് ആളുകൾ പിൽഗ്രിമേജ് നടത്തുകയും അങ്ങനെയുള്ള രീതിയിൽ പ്രാധാന്യം കിട്ടിയ ഒരു സിറ്റിയാണ് പാണ്ഡർപൂർ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റികൾ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെയുള്ള തീമിന്റെ ഉള്ളിൽ, അതായത് ഒരു സേക്രഡ് ആവുക എന്ന കൺസെപ്റ്റിനുള്ളിൽ എങ്ങനെയാണ് നമുക്കൊരു സിറ്റിയെ മനസ്സിലാക്കാൻ പറ്റുക എന്നത് ഈ ഒരു 3 എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ യൂണിറ്റ് 13 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 14ലേക്ക് വരുമ്പോൾ മസൂലിപ്പട്ടണം എന്ന, നേരത്തെ നമ്മൾ വെസ്റ്റ് കോസ്റ്റിലുള്ള ഒരു സിറ്റിയെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ, ഇത് ഈസ്റ്റ് കോസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സിറ്റിയെ കുറിച്ച് മസൂലിപ്പട്ടണം എന്ന ഒരു സിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു സിറ്റി ഈ ഒരു പീരീഡിനകത്ത് എവോൾവ് ചെയ്ത് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മസൂലിപ്പട്ടണം എന്നത് ആന്ധ്രാപ്രദേശിലാണ്. മച്ചിലിപ്പട്ടണം എന്നൊക്കെ അതിന് റീജിയണലി അതിന്റെ പേരുണ്ട്. അവിടെ പോർച്ചുഗീസുകാർ ഈ പീരീഡിനകത്ത് ഉണ്ടായിരുന്നു. യൂറോപ്യൻ സെറ്റിൽമെന്റ് ഉണ്ടാകുന്ന ഒരു സിറ്റി എങ്ങനെയാണ്, എസ്പെഷ്യലി ഏർലി യൂറോപ്യൻ സെറ്റിൽമെന്റ് ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെയാണ് മച്ചിലിപ്പട്ടണം കേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത്. ഇനി അടുത്തൊരു തീമിലേക്ക് വരുമ്പോൾ അത് ഏർലി മോഡേൺ സിറ്റീസിനെ കുറിച്ചാണ്. നമ്മൾ മെഡീവൽ കഴിഞ്ഞിട്ടുണ്ടാകുന്ന മോഡേണിറ്റിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡിനെയാണ് റഫ്ലി അല്ലെങ്കിൽ വളരെ വേഗമായിട്ട് നമുക്ക് ഏർലി മോഡേൺ എന്ന് വിളിക്കാൻ പറ്റുക. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ തീം എടുക്കുന്ന സമയത്ത് ഏർലി മോഡേൺ എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഏർലി മോഡേൺ സിറ്റികളെ കുറിച്ച് പറയുമ്പോൾ അതിൽ യൂണിറ്റ് 15 പറയുന്നത് ക്യാപിറ്റലിസം, കൊളോണിയലിസം ആൻഡ് സിറ്റീസ് ഇൻ ഏർലി മോഡേൺ ഇന്ത്യ. ക്യാപിറ്റലിസവും കൊളോണിയലിസവും യൂറോപ്യന്മാരുടെ വരവോടുകൂടി ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് ഏർലി മോഡേൺ ഇന്ത്യയിൽ സിറ്റികൾ ഉണ്ടാവുന്നതിന് ഇത് സഹായകമാകുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് യൂണിറ്റ് 15 പറയുന്നത്. യൂണിറ്റ് 16ലേക്ക് വരുമ്പോൾ 16th and 18th സെഞ്ചുറിക്കകത്ത് ഉണ്ടായ പോർട്ട് സിറ്റികളെ കുറിച്ചാണ്. 16-18 നൂറ്റാണ്ടുകൾക്കിടയിൽ ഇതിനകത്ത് 3 സിറ്റികൾ പറയുന്നുണ്ട്. കൊച്ചി പറയുന്നുണ്ട്, ഗോവ പറയുന്നുണ്ട്, അതുപോലെയുള്ള ഈ യൂറോപ്യൻ സെറ്റിൽമെന്റുകളുള്ള സിറ്റികളെ കുറിച്ചാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. സൂറത്ത് പറയുന്നുണ്ട്. സൂറത്ത്, കൊച്ചി, ഗോവ തുടങ്ങിയ സിറ്റികളെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി അതൊരു കേസ് സ്റ്റഡി ആക്കി എടുത്തുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാമ്പെ, മസൂലിപ്പട്ടണം അല്ലാത്ത അതിനുശേഷം എമർജ് ചെയ്തു, അതിനുശേഷം അല്ലെങ്കിൽ സമാനമായ സമയങ്ങളിൽ എമർജ് ചെയ്തു വന്ന സിറ്റികളെ കുറിച്ചാണ് പറയുന്നത്. 16-18 നൂറ്റാണ്ടുകൾക്കകത്ത് എങ്ങനെയാണ് പോർട്ട് സിറ്റി ഉണ്ടായത് എന്നതിനെ കുറിച്ചാണ് 16ാമത്തെ യൂണിറ്റിൽ പറയുന്നത്. 17ാമത്തെ യൂണിറ്റിൽ 18ാം നൂറ്റാണ്ടിലെ സിറ്റികളെ കുറിച്ചാണ്. 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട് 2 തീമുകളുണ്ട്. വ്യത്യസ്ത സിറ്റികൾ ഉണ്ടാവുന്നുണ്ട്. റീജിയണലി 18th സെഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഡിബേറ്റുകൾ ഉള്ളതാണ്. അത് എവോൾവിംഗ് ആണോ, അതല്ല അത് ഡിസിന്റഗ്രേഷൻ ആണോ, തകർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയാണോ തുടങ്ങിയ പല ഡിബേറ്റുകളുണ്ട്. അപ്പൊ സിറ്റികൾ ബേസ് ചെയ്തുകൊണ്ട് ഈ തീമാണ് യൂണിറ്റ് 17ലും യൂണിറ്റ് 18ലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 19ലേക്ക് എത്തുമ്പോൾ ഇത് ലക്നോന്റെ ഒരു കേസ് സ്റ്റഡിയാണ്. ലക്നോ നിങ്ങൾക്കറിയാം, പഴയ മുഗൾ ക്യാപിറ്റൽ ആയിരുന്നു. പഴയ മുഗൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റർ മുഗൾസിന്റെ സമയത്ത് ബ്രിട്ടീഷുകാരുമായി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഷാ ആലം പോലുള്ള പല റൂളേഴ്സും ലക്നോ ബേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ലക്നോ അവരുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി നിർത്തുന്നുണ്ട്. അതിനുശേഷം അവിടെ ലക്നോയിൽ നവാബി റൂൾ ഉണ്ടാവുന്നുണ്ട്. അവധ് ബേസ് ചെയ്തിട്ട് അവധ് നവാബ്മാർ ഉണ്ടാവുന്നുണ്ട്. അത് പിന്നീട് 1850, 56, 50കളിൽ ആയിട്ട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് 1857 പ്രസിദ്ധമായ സിപ്പോയ് മുട്നിയൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അവധ് പലതരത്തിൽ അവധിന്റെ ബേസ് ചെയ്തിട്ടുള്ള സിറ്റി ആയിട്ടുള്ള ലക്നോവിനെ ഒരു കേസ് സ്റ്റഡി ആക്കി എടുക്കുകയാണ്. 18, 19 നൂറ്റാണ്ടുകൾക്കകത്ത് ലക്നോ എങ്ങനെ മാറുന്നു, എങ്ങനെ എവോൾവ് ചെയ്യുന്നു, ലക്നോന്റെ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ രീതിയിലാണ് തുടങ്ങിയ കാര്യങ്ങളാണ് യൂണിറ്റ് 19ൽ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 20ലേക്ക് എത്തുമ്പോൾ അത് പോണ്ടിച്ചേരിയുടെ കേസ് സ്റ്റഡിയാണ്. പോണ്ടിച്ചേരി നിങ്ങൾക്കറിയാം ഫ്രഞ്ച് സെറ്റിൽമെന്റ് ആണ്. ഒരു യൂറോപ്യൻ സെറ്റിൽമെന്റ് ആയി ഉണ്ടാകുന്ന പോണ്ടിച്ചേരിയുടെ പ്രത്യേകതകൾ എങ്ങനെയാണ്, അവിടുത്തെ അർബൻ ആസൂത്രണം എങ്ങനെയാണ്, അതിലെ സിറ്റിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് യൂണിറ്റ് 20ൽ പറയുന്നത്. പോണ്ടിച്ചേരിയുടെ ഒരു കേസ് സ്റ്റഡി ആക്കി എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇനി യൂണിറ്റ് 5 തീം 5ലേക്ക് എത്തുമ്പോൾ കൊളോണിയൽ സിറ്റീസിനെ കുറിച്ചാണ്. കൊളോണിയൽ സിറ്റീസ് 1 ആണ്. ഇനി കൊളോണിയൽ സിറ്റീസ് 2 എന്നൊരു തീം കൂടി ഉണ്ട് നമുക്ക്. യൂണിറ്റ് 5ല് ഡിപ്പെൻഡന്റ് അർബനൈസേഷൻ എന്നൊരു കാര്യമാണ് പറയുന്നത്. ഡിപ്പെൻഡന്റ് അർബനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാരസൈറ്റിക് അർബനൈസേഷൻ എന്നൊക്കെ പറയുന്ന ഒരു സാധനം. അതായത് പെസൻസിന്റെ സർപ്ലസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവരുടെ അധ്വാനത്തിന്റെ ഫലം ചൂഷണം ചെയ്തുകൊണ്ടുണ്ടാകുന്ന അർബനൈസേഷൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ബ്രിട്ടീഷുകാരുണ്ടാക്കുന്ന ന്യൂ അർബൻ ഫോംസിനെ കുറിച്ചാണ്, കൊളോണിയൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ന്യൂ അർബൻ ഫോംസിനെ കുറിച്ചാണ്, പുതിയ നഗര രീതികളെ കുറിച്ചാണ് 21ാമത്തെ യൂണിറ്റിൽ പറയുന്നത്. 22ാമത്തെ യൂണിറ്റിൽ പറയുന്നത് ഒരു കൊളോണിയൽ സിറ്റിയിൽ എങ്ങനെയാണ് ജാതിയും അതുപോലെ തന്നെ വർഗവും എത്തിനിസിറ്റിയും ഒക്കെ ഒരു മാറ്റർ ആവുന്നത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടോ, അതോ ഓരോ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഈ വ്യത്യസ്ത ഏരിയകളാണ് ഉണ്ടാവുന്നത് തുടങ്ങിയത്
കൊളോണിയൽ സിറ്റിയുടെ എക്സാമ്പിൾ എടുത്തുകൊണ്ടാണ് പറയുന്നത്. യൂണിറ്റ് 23 ഡിസ്കസ് ചെയ്യുന്ന സിറ്റി ആസ് ദ സൈറ്റ് ഓഫ് സ്പെക്ടക്കിൾ. 1857 സിപ്പോൾ മോട്ടിയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ കാഴ്ചപ്പാടിൽ ഉണ്ടാകുന്ന ഒരു സിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പല ഇൻഡോ സാരസനിക് എലമെന്റ്സ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് യൂണിറ്റ് 23 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 24 ഡിസ്കസ് ചെയ്യുന്നത് സിറ്റി എങ്ങനെയാണ് മൂവ്മെന്റ്സിന്റെ നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ ഒരു സൈറ്റായി മാറുന്നത്, അതിന്റെ ഒരു കേന്ദ്രമായി മാറുന്നത്. അപ്പോൾ സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ആദ്യ കാലത്തിൽ ഉണ്ടായിരുന്ന മൂവ്മെന്റുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഗാന്ധി വരികയും അങ്ങനെ പല രീതിയിൽ പോപ്പുലറൈസ് ചെയ്യപ്പെടുമ്പോഴാണ് ഗ്രാമങ്ങളിലേക്കൊക്കെ നാഷണലിസ്റ്റ് മൂവ്മെന്റ് സ്പ്രെഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ സിറ്റിയിൽ ഉണ്ടായിരുന്ന അർബൻ എലീറ്റുകളൊക്കെ ആയിരുന്നു നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ മുന്നിലുണ്ടായിരുന്നത്. അപ്പൊ സിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് നാഷണലിസ്റ്റ് മൂവ്മെന്റിനെ കാണാൻ പറ്റുക എന്നാണ് കൊളോണിയൽ സിറ്റീസ് 1 എന്ന തീമിന്റെ അകത്തുള്ള അവസാനത്തെ യൂണിറ്റ് 24 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി തീം 6 കൊളോണിയൽ സിറ്റീസ് 2 എന്നതിൽ എങ്ങനെയാണ് കൊളോണിയൽ ഇന്ത്യയിൽ സിറ്റിയിലകത്ത് എങ്ങനെയാണ് മോഡേണിറ്റി വർക്ക് ചെയ്യുന്നത്, മോഡേൺ കൺസെപ്റ്റുകൾ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് സിറ്റി ഉണ്ടാവുന്നത്, ബ്രിട്ടീഷ് റൂളിൽ ഉണ്ടാവുന്ന സിറ്റി പ്ലാനിങ് എങ്ങനെയാണ്. സിറ്റി പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതിന്റെ കേസായിട്ട് ബോംബെ ഒരു കേസ് സ്റ്റഡി എടുത്തുകൊണ്ടാണ് നമ്മൾ യൂണിറ്റ് 27 ഉണ്ടാവുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാർക്ക് പവർ കിട്ടിയതിന് ശേഷമുള്ള ഒരു പീരീഡിനകത്തുള്ള കൊളോണിയൽ സിറ്റീസ് ആണ് തീം 6 പറയുന്നത്. ബ്രിട്ടീഷുകാർക്ക് പവർ കിട്ടുക കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് 1858 ശേഷം ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുത്തതിന് ശേഷം, കമ്പനിക്ക് ശേഷം ക്രൗൺ ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടാകുന്ന ഒരു പീരീഡിനകത്തുള്ള കുറെ ഡെവലപ്മെന്റ്സുകൾ ഉണ്ട്. അതിൽ ഇൻഡോ സാരസനിക് ആർക്കിടെക്ചറൽ സ്റ്റൈല് വരുന്നുണ്ട്. ബ്രിട്ടീഷുകാർ ഒരു സിറ്റി ഡിസൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റുകളുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് തീം 6 പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. ഈ തീം 7 വരുമ്പോൾ നമ്മുടെ ഈ ഒരു പേപ്പർ അവസാനിക്കുകയാണ്. അതിൽ യൂണിറ്റ് 28 ആണ് ഇതിനകത്തുള്ളത്. പോസ്റ്റ് കൊളോണിയൽ സിറ്റിയുടെ പ്രെഡിക്കമെന്റ്സുകളെ കുറിച്ചാണ് പറയുന്നത്. പ്രെഡിക്കമെന്റ് എന്ന് പറയുമ്പോൾ ഒരു വിഷമസന്ധി എന്നൊക്കെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അത് നേരിട്ട പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, എന്തൊക്കെ തരം പ്രതിസന്ധികളാണ് നേരിട്ട്. ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഡൽഹിയിലുള്ള റെഫ്യൂജി ക്യാമ്പിനെ കുറിച്ചാണ് ഈ ഫോട്ടോ പറയുന്നത്. 1947 റെഫ്യൂജി ക്യാമ്പാണ്. ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും പാകിസ്ഥാനിൽ ഇന്ത്യയിലേക്ക് റെഫ്യൂജീസ് വരുന്നു, അതുപോലെ തന്നെ ബോർഡറിംഗ് ഏരിയകളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നു. അവർ പ്രധാനമായി വന്ന് സെറ്റിൽ ആവുന്ന സിറ്റികളാണ്. അപ്പൊ സിറ്റികൾക്ക് ഡെവലപ്മെന്റുകളും പ്രോഗ്രസും ഒക്കെ ഉണ്ടാവണം എന്നുള്ള കാഴ്ചപ്പാടുകളോട് ഇന്ത്യ റൂൾ ചെയ്യുന്ന സമയത്ത് ഇന്ത്യ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് നേരിടുന്നുണ്ട്. ഈ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലുണ്ടായ സിറ്റിയുടെ മാറ്റങ്ങളെ കുറിച്ചുള്ള വലിയ ഡീറ്റെയിൽ ആയ ഒരു തീമല്ല ഇത്. ഒരു കൺക്ലൂഡിങ് എന്നുള്ള രീതിയിലുള്ള ഒരു തീമാണ്. സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ ഉണ്ടായ ഇന്ത്യയുടെ സിറ്റിയുടെ കേസ് എന്താണ്, പോസ്റ്റ് കൊളോണിയൽ സിറ്റീസ് എന്ന തീമിനകത്ത് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിശദമായി ഓരോ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് നമുക്ക് പറയാം. അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ്.